മുഴുവൻ ഞാൻ കലാമണ്ഡലത്തിലേക്ക് കൊടുക്കുക. അപ്പോൾ ലൈബ്രറിയൻ വന്നിട്ട് ലിസ്റ്റ് ചെയ്യണം. അത് 2000 ശതമാനം ഓഡിയോ കാസറ്റ്സും 3000 മണിക്കൂറുള്ള വീഡിയോ ഇത് ശേഖരങ്ങളൊക്കെ കുറേ ഉണ്ട്. അത് പോട്ടെ. അപ്പോൾ സ്റ്റോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു യാഗം തുടങ്ങുകയാണ് 75 ഏപ്രിൽ മെയ് മാസത്തിൽ. അപ്പോൾ കുഞ്ചു വരണം എന്ന് പറഞ്ഞു. അത് പറയാൻ കാരണം വെറും സൗഹൃദമല്ല. അന്ന് നമ്പൂതിരിമാരിൽ സിനിമാ ക്യാമറ ഉപയോഗിച്ച ഒരു പരിചയമുള്ള ആൾ ഏക വ്യക്തി ഞാനാണ്. അപ്പോൾ യാഗത്തിലാണെങ്കിൽ യാഗശാലയുടെ ഉള്ളിൽ അന്ന് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നീടൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് ഞാൻ അന്നത്തെയാണോ ശരിയെന്ന് പറയല്ല കേട്ടോ, അന്ന് അങ്ങനെ ആയിരുന്നു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാനൊരു നമ്പൂതിരി എന്നുള്ള നിലയ്ക്ക് ഉള്ളിൽ കിടക്കാനുള്ള ഏക വ്യക്തി ഞാൻ മാത്രമായിരുന്നു. പിന്നെ 2 സാഹിബ്മാരായിരുന്നു. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഒരു മങ്കട രവിവർമ്മ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും അടൂർ ഗോപാഷെന്ന് കേട്ടിട്ടുണ്ടോ? ഗോപാഷൻ്റെയൊക്കെ സിനിമാറ്റോഗ്രാഫർ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് ഞാൻ പല ഡോക്യുമെൻ്ററികളിലും 70കളിലും പ്രവർത്തിച്ചിരുന്നു. 70കളുടെ ആദ്യം. അപ്പം അങ്ങനെ ഏതായാലും അങ്ങനെയാണ് യാഗത്തിൽ വന്ന്. അപ്പം ഞാൻ പറഞ്ഞു യാഗത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോടൊന്നും പറയില്ല. പക്ഷേ അന്ന് ഋത്വിക്കുകളെ എത്രത്തോളം ബുദ്ധിമുട്ടിയോ, ആ കർമ്മം ചെയ്യുന്നതിൽ എത്രത്തോളം ഉറക്കൊഴിച്ച് എത്രത്തോളം ഭംഗിയായിട്ട് എല്ലാ കർമ്മങ്ങളും വളരെ വ്യക്തമായി, അതുപോലെ ഞങ്ങൾ 3-4 ആളും ബുദ്ധിമുട്ടി. വളരെയധികം ഹോംവർക്ക് ചെയ്യും. നാളെ എന്താ ഉണ്ടാവാൻ പോകുന്നത്, മറ്റന്നാൾ എന്താ ഉണ്ടാവാൻ പോകുന്നത്, അതൊക്കെ എടുത്ത് രേഖയാക്കി വെച്ച് 3 ക്യാമറ, ഞാൻ ഉള്ളിലെ ക്ലോസപ്പുകളാവും, പുറമേ നിന്ന് 2 പേര്, അങ്ങനെ 25 മണിക്കൂർ ഞങ്ങളത് അന്ന് റെക്കോർഡ് ചെയ്തു. നേരത്തെ രവി പറഞ്ഞ പോലെ തന്നെ അതിന് മുമ്പേ അങ്ങനെ ഒരു ആലേഖനം ചെയ്തിട്ടേ ഇല്ല. ചെറിയൊരു കഷ്ണമുണ്ട് പൂനെയിൽ ചെയ്ത ഒരു യാഗത്തിൻ്റെ ചെറിയൊരു കഷ്ണം, ഡോക്യുമെൻ്ററിയുടെ ചെറിയൊരു 6-7 മിനിറ്റ് കഷ്ണമുണ്ട്. ആ കഷ്ണത്തിൽ നമ്മുടെ ഇവിടുത്തെ ഋത്വിക്കുകൾ ചെയ്യുന്നതും അവരും ചെയ്യുന്നതും നോക്കിയാൽ നമ്മൾ ഞെട്ടും. അവരൊക്കെ പുസ്തകം വായിച്ചിട്ടാണ്. പുസ്തകം വായിച്ചിട്ട് ഓരോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുത്ത് പുസ്തകം വായിച്ച് നോട്ടുകൾ വായിച്ച് ചെയ്യിപ്പിക്കുകയാണ്. നമ്മുടെ ആൾക്കാരോ വളരെയധികം കാണാപ്പാഠം പഠിച്ചുകൊണ്ട് എല്ലാം വളരെയധികം റിഹേഴ്സ് ചെയ്തു. അപ്പം ഞാൻ ഏതായാലും ജോലി രാജിവെച്ചില്ല. അമേരിക്കൻ കമ്പനി ആവുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു പ്രത്യേക ആവശ്യം പറഞ്ഞപ്പോൾ അവർ ആദ്യം ലീവ് തന്നു. പക്ഷെ പിന്നീട് ഞാൻ ഇത് കഴിഞ്ഞോടുകൂടി നിർത്തി, ബോംബെ പോയില്ല, ഇവിടെ അധ്യാപകനായിട്ട് മാറുകയുണ്ടായിരുന്നു. എന്തായാലും 25 മണിക്കൂറോളം ചെയ്തിട്ട് ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു 40 മിനിറ്റ് വേർഷൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിരാത്രം, പാഞ്ഞാൾ അതിരാത്രം 1975 നടിച്ചാൽ കിട്ടും. എന്തായാലും അത് വലിയൊരു മനസ്സിന് വലിയൊരു സമാധാനം ഉണ്ടാക്കി. കാരണം മറന്നു കിടന്നേർന്ന 1956 അതിന് മുമ്പേ പാഞ്ഞാൾ അതിരാത്രം ഉണ്ടായത്. ഇതിനു വേണ്ടി അനവധി റിഹേഴ്സ് ചെയ്യേണ്ടി വന്നു. ചെറുമുക്ക് ചെമ്മാതിരി സിവിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും, ടി രവി മാമണ്ണും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും, പിന്നെ അനവധി ആൾക്കാർ എല്ലാവരും കൂടിയിട്ടാണ്. ഏർക്കര രാമൻ നമ്പൂതിരി ആയിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ചുമതല. അതിൻ്റെ ഒരു ചെറിയൊരു തമാശയും കൂടി ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ നിൽക്കി കിടക്കാം. ഞാൻ 1ാമത്തെ ദിവസം തുടങ്ങിയപ്പോൾ അപ്പോൾ എൻ്റെ ക്യാമറ ഞാൻ അവിടെ വെച്ചിട്ട് സൗണ്ട് റെക്കോർഡിങ്ങും എനിക്ക് ചുമതല ഉണ്ടായിരുന്നു, ഉള്ളിലത്തെ റെക്കോർഡിങ്. അതൊക്കെ അന്നത്തെ ആധുനിക ഏറ്റവും നല്ല ലവ്ലിയർ മൈക്രോഫോൺ ഞാൻ എൻ്റെ പൂണൂലുമ്പിൽ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു മുളകിൻ്റെ ചായൽ അവിടെ വെച്ചിട്ട് വയർലെസ് സെറ്റ് മടിയിലും വയ്ക്കും. എന്നിട്ട് വലിയൊരു ബൂം മൈക്ക് എന്നൊക്കെ പറയും, സിനിമയിലൊക്കെ ഉപയോഗിക്കുന്ന ആ ബൂം മൈക്കും പിടിച്ചിട്ട് ഞാൻ അങ്ങനെ ഉള്ളിലേക്കും കടന്നപ്പോൾ ഏർക്കര രാമൻ നമ്പൂതിരി വേഗം കടന്നു പോകുന്നു. ഓരോ വാനരന്മാർ ഇവിടെ വരും. ഇത് ഏകദേശം വാല് പോലെയാണ് ഇതിങ്ങനെ ഈ ബൂം മൈക്ക്. ഓരോ വാനരന്മാർ കടന്നു പോകുന്നത്. അപ്പം ഞാൻ മാറിയപ്പോൾ വേറൊരാള് ഏർക്കര അത് കിളിമംഗലത്ത് ഞങ്ങളുടെ ഭാഷയിലാണ് പറഞ്ഞ കേട്ടോ, അത് കിളിമംഗലത്ത് നമ്പൂരിയാണ്. അദ്ദേഹം ഒന്നും പിന്നെ മിണ്ടിയില്ല. പക്ഷെ ഞാൻ മാറി കേട്ടോ. അത് കാരണം വളരെയധികം പ്രായം ചെന്ന ആളാണ്, നമുക്ക് ബഹുമാനിക്കണം. ഞാനപ്പോൾ ആരാന്ന് ഞാൻ പറയാൻ പോയില്ല, ഞാനിത് മാറി. വൈകുന്നേരം
അച്ഛനോട് ചേർക്കര പറഞ്ഞു, അമ്പൂരി എനിക്ക് തെറ്റുപറ്റി, ഞാൻ മകനെ കണ്ടിട്ട് മനസ്സിലായില്ല, ഞാൻ അങ്ങനെ അയാൾ കടക്കാൻ പാടില്ലാത്തവിടത്ത് അയാൾ കടന്നാൽ അയാളെ ചീത്ത പറഞ്ഞ് അവിടുന്ന് ഓടിപ്പിച്ചോളൂ എന്നും പറഞ്ഞു അച്ഛൻ. അപ്പം അങ്ങനെ ഒരു ഏതായാലും അത് ഡോക്യുമെന്റേഷൻ കഴിഞ്ഞു. പക്ഷെ ഒരു ദുഃഖം, ഒരു സങ്കടം, മഴ പെയ്യുന്നത് എടുക്കാൻ പറ്റിയില്ല. യാഗം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ആകെ വയ്യാതെയായിട്ട് ചെറുതുരുത്തിയെ ഗവൺമെൻറ് റെസ്റ്റ് ഹൗസിൽ അവർ സായിമാർ താമസിച്ചിരുന്ന മദാന്മാർ ഞങ്ങൾ വേഗം അവിടേക്ക് പോയി കുളിക്കാനൊക്കെ ആയിട്ട് ആകതായിട്ട് പോയി. അവിടെ എത്തി. ഞാൻ ആദ്യം കുളിക്കുമ്പോഴേക്കും മഴക്കാറ് വന്നു. ഞാൻ വേഗം ടാക്സി തുണ്ടിടന്നെ പോന്നു, ഓടി. അപ്പം എൻ്റെ ചുമതലയിലാണ് ഫിലിമൊക്കെ. വേഗം ഞാൻ ക്യാമറയിലൊക്കെ ലോഡ് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ഹൃതിയായിട്ട് മഴ പെയ്തു. അപ്പം മറ്റു 2 പേർക്ക് എടുക്കാൻ സാധിച്ചില്ല. എടുത്തപ്പോഴേക്കും മഴയൊക്കെ നീർന്ന ഈ കത്തിജ്വലിച്ച കരി അതിലൊക്കെ വെള്ളം വീണത് മാത്രമാണ്. അപ്പോൾ ആ ഫിലിം നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. അതേ ഉള്ളൂ, അതിന് കത്തുന്നതും അത് നനഞ്ഞ് തീ കിടന്നതും ചിത്രത്തിലില്ല. അപ്പം ഇത് എനിക്ക് വലിയൊരു ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റം സംഭവിപ്പിച്ച ഇതിൻ്റെ ഒരു എന്താണ് പറയേണ്ടത്, ഒരു ഓഫ് ഷൂട്ടാണ്. എനിക്ക് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഫിലിമിംഗ് ആൻഡ് ടെലിവിഷനിലെ MFA ചെയ്യാനൊക്കെ ഉള്ള സ്കോളർഷിപ്പും അഡ്മിഷനൊക്കെ കിട്ടിയത് അവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായത് 1997 ഞാൻ രാത്രി സാധാരണ കിടക്കുക 12 മണിക്കാണ്. ഏകദേശം ഒരു 10-10:30 ആയപ്പോൾ ഡോക്ടർ പൗലോസ് എന്നെ വിളിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അന്ന് രജിസ്ട്രാറാണ് ഉണ്ണിമാഷ്. അദ്ദേഹം അവിടെ BC ഉണ്ട്. പൗലോസ് വിളിച്ചിട്ട് കുഞ്ചു കിടന്നോ ചോദിച്ചു. ഞാൻ കിടന്നാൽ എങ്ങനെ ഇപ്പോൾ തന്നോട് വർത്താനം പറയാൻ ചോദിച്ചു. ഞാൻ തമാശയ്ക്ക് അപ്പം ചിരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ചോദിച്ചു. ഇല്ല, അച്ഛൻ വായിച്ചുകൊണ്ട് കിടക്കുന്നുണ്ടെന്ന്. അതേ, ഇന്ന് നമ്പൂരിപ്പാട് ഒരു മീറ്റിംഗ് കഴിഞ്ഞ 8:30 വന്നു അച്ഛൻ നിന്നു. എന്നാൽ എന്നെയും ഉണ്ണിമാഷയും ചീത്ത പറഞ്ഞു നമ്പൂരിപ്പാട്. ചീത്തൊന്നും പറഞ്ഞില്ല, അച്ഛൻ കാര്യം പറഞ്ഞു പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ ഉണ്ണിമാഷും പൗലോസും ഇതിൻ്റെ ചുമതലക്കാരായിട്ടും നശിച്ചു പോകാൻ തുടങ്ങിയ ജൈമിനീയ സാമവേദ ആലാപന സമ്പ്രദായം ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ആലേഖനം ചെയ്തിട്ടില്ല എന്ന് കുറ്റപ്പെടുത്തി അവരെ. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, തീരുമാനിച്ചു. യൂണിവേഴ്സിറ്റി ചെയ്യാൻ തീരുമാനിച്ചു. എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ക്യാമറയുണ്ട്, നല്ല പ്രൊഫഷണൽ ടേപ്പ് റെക്കോർഡറും ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അത് കടമെടുക്കേണ്ട, വാടകയ്ക്ക് എടുക്കേണ്ട, ഒന്നും വേണ്ട. എന്നാൽ കുറിച്ച് 5 പേരാണുള്ളത്. 70 വയസ്സ് കഴിഞ്ഞ ജൈമിനി സാമവേദം അറിയുന്നവർ. പിന്നെ ശിവകരൻ്റെ ഏട്ടൻ കൃഷ്ണനുണ്ട് കേട്ടോ, അവരുണ്ട്. പക്ഷേ അത് 10-30 വയസ്സ് താഴെയുള്ള തലമുറയാണ്. അപ്പോൾ ആദ്യം പ്രായാധിക്യം വന്നിട്ടുള്ളവരെ എടുക്കാം എന്ന് വിചാരിച്ച് അവരെയും കൊണ്ടുപോയി. അങ്ങനെ ഡോക്ടർ നീലകണ്ഠൻ അത് കോർഡിനേറ്ററായി. ഞാൻ എൻ്റെ സഹായിയായിട്ട് മനുവിനെയും വിളിച്ച് ഞങ്ങൾ പാഞ്ഞാൾ 2 കൊല്ലം കൊണ്ടാണ്. കാരണം ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ തോന്നിക്കുക എന്ന് പറഞ്ഞില്ലേ. എന്താ തോന്നിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ തോന്നിക്കുക അറിയില്ലേ? അതായത് അത് ഓർമ്മിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങൾക്ക് തോന്നിക്കണം. അതിന് 5-6 മാസം വേണമെന്ന് പറഞ്ഞു. അത് കാരണം അവർ 1975 യാഗത്തിന് ഉപയോഗിച്ചതാണ്. പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ 5-6 മാസം അവർ തോന്നിച്ച് എൻ്റെ എന്താ പറയേണ്ട ഭവനത്തിൻ്റെ അടുത്താണ്, 10 മിനിറ്റ് നടക്കേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ദിവസം പോവും. ഭാഗ്യത്തിന് അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോളേജിലൊന്നും പഠിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അധ്യാപക പരിശീലകനുമായിട്ട് മാറി. അപ്പോൾ തൃശ്ശൂർ ഇവരെ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ കോഴ്സിന്. അവിടുന്ന് ഞാൻ മന്ത്രിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാഞ്ഞാൾ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ മേടിച്ച് അവിടെ വെച്ച് ഇവർ തോന്നിക്കൽ കഴിഞ്ഞ് പിന്നെ ഓരോ ദിവസവും ചെല്ലും. 1 മണിക്കൂറേ ചെല്ലുള്ളൂ. അഥവാ ചൊല്ലി തെറ്റിയാൽ അപ്പോൾ അവർ അയ്യോ തെറ്റി, ഇന്ന് ഇനി വയ്യ, ഇത് എടുക്കണ്ട എന്ന് പറയും. ഞാനത് അപ്പം തന്നെ അത് കളയും. പിറ്റേ ദിവസം ആദ്യം. അങ്ങനെ 2-2.5 കൊല്ലം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഈ 2 ആണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും, ഞാൻ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2 ഡോക്യുമെൻറ്റേഷൻ. അത് ചൊല്ലി
30 പേരെ പഠിപ്പിച്ചതിന് ശേഷം അത് അവർ പ്രകടിപ്പിച്ചു. അങ്ങനെ അവിടുന്ന് എനിക്ക് ഒരു ക്ഷണം കിട്ടി. പോളണ്ടിലെ യൂണിവേഴ്സിറ്റി, യാഗലേനിയ യൂണിവേഴ്സിറ്റി, അവിടെ ഒരു ഇനീഷ്യേഷൻ ആൻഡ് മിസ്റ്ററീസ്, നിഗൂഢതകൾ, വിദ്യാരംഭവും നിഗൂഢതകളും എന്ന് പറഞ്ഞൊരു വലിയൊരു സെമിനാർ, അതിനൊരു പേപ്പർ അവതരിപ്പിക്കാൻ. അപ്പം ഞാൻ ഇനീഷ്യേഷൻ ഇൻ ടു ആൻഡ് ദ ലേണിംഗ് ഓഫ് സാമവേദ ബൈ ദ നമ്പൂതിരീസ് ഓഫ് കേരള, അതായത് വിദ്യാരംഭവും ഇനീഷ്യേഷൻ ഇൻ ടു എന്ന് പറഞ്ഞാൽ ഉപനയനവും വിദ്യാരംഭവും ഒരു സാമവേദിയുടെ എങ്ങനെയാണ് എന്നുള്ളൊരു പേപ്പർ അവതരിപ്പിച്ച് പിറ്റേ കൊല്ലം 4 പേരെയും കൊണ്ട് പോയി അവിടെ 2 ആഴ്ച താമസിക്കാനും വർക്ക്ഷോപ്പ് നടത്താനും ഒക്കെ സാധിച്ചു. അപ്പം ഇത് വലിയൊരു ഭാഗ്യമായിട്ടും ഒരു കടമ നിർവഹിച്ചതിൻ്റെ ഒരു വല്ലാത്തൊരു അനുഭൂതിയും എനിക്കുണ്ട്. പലതും ഉണ്ടായി അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ, പിന്നെ തമാശ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നിപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഇതാവാം എൻ്റെ ഈ വേദ സമ്പ്രദായത്തിലേക്കുള്ള എൻ്റെ ഒരു ചെറിയ സംഭാവന. ആ സംഭാവന രവിയും നീലാണ്ടനും ഓർത്തുകൊണ്ടാവാം എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത്.